നമസ്കാരം. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയിൽ കേസ് നടക്കുകയായിരുന്നു. ശ്വേതാമേനോൻ നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയിൽ കേസ് നടന്നു. അതിൽ ശ്വേതാമേനോൻ അൻസിബ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാമേനോൻ നൽകിയ പരാതിയിൽ കക്ഷി ചേരണമെന്ന് അൻസിബ ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശ്വേതാമേനോൻ ഇന്നലെ കോടതിയിൽ വാദിച്ചത് ഇപ്രകാരമായിരുന്നു. അൻസിബ അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമല്ല, വ്യക്തിപരമായി പ്രതികാരത്തിനായി തൻ്റെ പരാതിയിൽ കക്ഷി ചേരാൻ അൻസിബ ശ്രമിക്കുന്നു എന്നാണ് ഇന്നലെ കോടതിയിൽ വാദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കോടതി ഇന്നലെ കേസ് പരിഗണിക്കുകയും പിന്നീട് അത് 11-ാം തീയതി ഓഗസ്റ്റ് 11-ാം തീയതിക്ക് വീണ്ടും കേസ് മാറ്റി. ആ കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എന്നാൽ പിഷാരടി പറഞ്ഞു, എനിക്ക് ഈ കമ്മിറ്റിയുമായിട്ട് അഡ്ഹോക് കമ്മിറ്റിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പിഷാരടിയും കോടതി അറിയിച്ചിരുന്നു. അൻസിബ കക്ഷി ചേരണമെന്നുള്ള ആവശ്യമായി മുന്നോട്ട് പോന്നു. അപ്പോൾ കോടതി ഓഗസ്റ്റ് 11-ാം തീയതി കേസ് കേൾക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഓരോ ദിവസവും കേസ് മാറ്റിവെച്ച് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശ്വേതാമേനോൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തനം സജീവമായി കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നത്. അവർ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓണക്കിറ്റ് നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അത് ടിനി ടോമാണ് ഓണക്കിറ്റിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ടിനി ടോമാണ് ആ കിറ്റ് എല്ലാം സംഘടിപ്പിച്ചാണ്. കാരണം അദ്ദേഹം അത്രമാത്രം പഴി കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. കിറ്റ് ഞാൻ ഏർപ്പാട് ചെയ്ത് തരാമെന്ന് പറയും. ആ കിറ്റ് 1-ാം തീയതി മുതൽ അമ്മയുടെ അംഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒന്ന്, ആശാ അരവിന്ദ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. ആശാ അരവിന്ദ് കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുന്നു. അത് അരവിന്ദിനുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ആശാ അരവിന്ദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത എനിക്ക് ലഭിക്കുന്നത്. ആശാ അരവിന്ദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. ആശാ അരവിന്ദിനുണ്ടായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിൽ, പെൺമക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു. ആ ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു ആശാ അരവിന്ദുമായിട്ട് ആശയ പ്രശ്നങ്ങളുണ്ടായി. അത് വലിയ സമ്മർദ്ദമായി. അങ്ങനെയാണ് ആശാ അരവിന്ദ് രാജിവെക്കുന്നത്. അത് അമ്മയുടെ എക്സിക്യൂട്ടീവ് വാട്സാപ്പ് ഗ്രൂപ്പിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ നേരിടേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു. എനിക്ക് കൃത്യമായിട്ട് ലഭിച്ച വാർത്തയല്ല. അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് കാണിച്ച് സഞ്ജീവനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായില്ല. അംഗങ്ങൾ ഈ സഞ്ജീവനി മെഡിസിൻ വാങ്ങുന്ന എല്ലാവരെയും ഗ്രൂപ്പിലേക്കാണ് അന്ന് ആ രാജിക്കത്ത് നൽകിയത്. അതോടൊപ്പം തന്നെ താരസംഘടനയുടെ നിലവിലെ കമ്മിറ്റിയായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വാർത്ത രാജിക്കത്ത് എന്ന നിലയിലേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായിട്ട് ഇവിടെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. ഔദ്യോഗികമായിട്ട് മെയിൽ ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഔദ്യോഗികമായിട്ട് താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള താരസംഘടന അമ്മയുടെ മെയിൽ ഔദ്യോഗികമായിട്ട് മെയിൽ ചെയ്യണം എന്നാണ് നിബന്ധനകൾ. പക്ഷേ അതിൽ മെയിൽ ചെയ്തില്ല. ഇങ്ങനെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ രാജി സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഇപ്പോൾ നിലവിലെ കമ്മിറ്റി അംഗങ്ങളാണ്. ശ്വേതാമേനോനും കുക്കുവുമുള്ള കമ്മിറ്റി അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ഈ കമ്മിറ്റി അംഗങ്ങൾ ഇത് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് രാജി നിലവിൽ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കഴിഞ്ഞ ദിവസം കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആശാ അരവിന്ദ് പങ്കെടുത്തുവെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണ് ആശാ അരവിന്ദ് രാജിവെച്ചിട്ടില്ല. ഒരു സമ്മർദ്ദത്തിൻ്റെ പല കാര്യങ്ങളുമായി ടോർച്ചറിങ് ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ആശാ അരവിന്ദ് രാജിവെക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ വാട്സാപ്പിൽ രാജിക്കത്ത് അയക്കുകയും ഉടൻ തന്നെ ചാനലുകൾക്കുൾപ്പെടെ ചോർന്നു കിട്ടുകയും അതിനുശേഷം അപ്പോൾ തന്നെ ആശാ അരവിന്ദ് അതുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതൊരു ചതിയാണ് എന്ന നിലയിലേക്ക് ഒരു മെസ്സേജ് അയച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ ആണ് ആശാ അരവിന്ദ് രാജി വേണ്ട എന്ന് തീരുമാനിച്ചതെന്നും പറയപ്പെടുന്നു. നിലവിൽ കഴിഞ്ഞ ദിവസം കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആശാ അരവിന്ദ് പങ്കെടുത്തു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ആശാ അരവിന്ദ് രാജിവെച്ചിട്ടില്ല. അംഗങ്ങളുടെ അംഗബലം കുറയുന്നു എന്ന് ആണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ ദിവസം മലപ്പർവതി ആർക്കോ നൽകിയ ഒരു അഭിമുഖത്തിൽ ഫോൺ സംഭാഷണത്തിൽ ആ വാർത്ത പുറത്തു വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫോൺ സംഭാഷണത്തിൽ പറയുന്നു ആശാ അരവിന്ദ് നിലവിൽ രാജിവെച്ചു. ഇനി അടുത്തത് ടിനി ടോമാണ് രാജിയെന്ന് പറഞ്ഞു. ടിനി ടോം ഇങ്ങനെ രാജിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. ടിനി ടോം ഇപ്പോഴും താരസംഘ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായി തുടരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം നേരത്തെ പറഞ്ഞാൽ ഏറ്റവും സീനിയറാണ് ഇപ്പോൾ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ ഏറ്റവും സീനിയറായ കക്ഷി. എന്ന് വെച്ചാൽ പ്രായം കൊണ്ടല്ല, കമ്മിറ്റിയിലിരുന്ന ഒരു കീഴ്വഴക്കമുള്ള സീനിയറായ കക്ഷിയാണ്. അദ്ദേഹം രാജിവെച്ചില്ല. അദ്ദേഹം ഉടൻ രാജിവെക്കും. അടുത്ത രാജി ടിനിയാണെന്നാണ് കഴിഞ്ഞ ദിവസം മാലാപ്പർവതി ഒരാൾക്ക് നൽകിയ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഫോൺ സംഭാഷണത്തിൽ മനസ്സിലായത്. പക്ഷേ അത് മുൻകൂട്ടി
ഇവർ പ്രചരിപ്പിക്കുകയാണ്, പ്രവചനം നടത്തുകയാണ്. ഇനി അടുത്ത ടിനിയാണ്, അത് കഴിയുമ്പോൾ അടുത്ത ആളെ എന്ന് പറയുന്ന നിലയിലേക്കാണോ ഇവരൊക്കെയാണോ? അപ്പം ഈ പവർ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ളിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. അവർ തീരുമാനിക്കുന്നു, രാജിവെക്കാൻ പോകുന്നു. അപ്പോൾ പുരുഷന്മാർക്കുള്ളിലും സ്ത്രീകൾക്കുള്ളിലും പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാലാപ്രവതി അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പേര് പറഞ്ഞത്. ഞാൻ ആ ഓഡിയോ സംഭാഷണം കേട്ടാണ് ആ വാർത്ത കണ്ടതാണ്. പക്ഷേ ആശാരമൊന്നും രാജിവെച്ചിട്ടില്ല, എണ്ണം കുറഞ്ഞിട്ടില്ല. നേരത്തെ ഉള്ള എണ്ണത്തിൽ നിലവിൽ രാജിവെച്ചത് ജോയ് മാത്യു, കൈലാഷ്, അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, ജയൻ ചേർത്തല, ഇത്രയും പേരാണ് രാജിവെച്ചാണ്. അല്ല, അഞ്ചാമതൊരാൾ ആശാരവന്താണ്, പക്ഷേ ആശാരവന്ത് രാജിവെച്ചില്ല. അപ്പോൾ 4 പേര് മാത്രമേ രാജിവെച്ചുള്ളൂ. അൻസിബ രാജിവെച്ച ആളാണ്. അങ്ങനെ 5 പേരാണ് രാജിവെച്ചത്. പക്ഷേ ഉണ്ണീഷ് ശിവാൽ രാജിവെച്ചില്ല. ഉണ്ണീഷ് ശിവാലിനെ മാറി നിൽക്കാൻ പറഞ്ഞത് എന്ന് വരെയാണുള്ളത് എടുത്തു പറയാം. ജനറൽ ബോഡി വരെയാണ് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട 1 മാസത്തേക്ക്. പക്ഷേ അതിനുശേഷം ഉണ്ണീഷ് ശിവാൽ ഇതൊരു പങ്കെടുത്തിട്ടില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഉണ്ണീഷ് ശിവാൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണീഷ് ശിവാലിനെ മാറ്റി നിർത്തപ്പെട്ടു, എൻ്റെ അനുമതിയില്ലാതെ മാറ്റി നിർത്തപ്പെട്ടു. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ആളുകൾ ക്ഷമാപണം നടത്തിയാൽ മാത്രമേ ഞാൻ കണക്കിനെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം എപ്പോഴും പറയുന്നത്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാണ്, അംഗങ്ങൾ എന്നെ വിജയിപ്പിച്ച ആളാണ്. അംഗങ്ങൾ വിജയിപ്പിച്ച ആളാണെങ്കിൽ അംഗങ്ങൾ പറയുന്ന ഈ കണക്കിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. താങ്കളും അവിടെ കയറി കണക്കിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അന്നത്തെ ജനറൽ ബോഡിയിൽ ഉണ്ണീഷ് ശിവാൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ലാതെ. പക്ഷെ ആ കണക്ക് അന്ന് വരെയുള്ള കണക്കിൻ്റെ ഉത്തരവാദിത്തം താങ്കൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്കൾ ഇവിടെ നിന്ന് ലീവിന് പോയപ്പോഴുള്ള കണക്കിൻ്റെ കാര്യം ഉത്തരവാദിത്തം ബോധമുണ്ടെങ്കിൽ അത് ഈ അന്ന് നടത്തിയവരുടെ അടുത്ത് നിന്ന് കണക്ക് വാങ്ങി ആ കണക്ക് കൃത്യമായി കൊടുക്കേണ്ടത് താങ്കളുടെ ബാധ്യതയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ മാത്രമേ വരാതിരിക്കാൻ കഴിയുള്ളൂ. കള്ളത്തരം ഉണ്ടെന്ന് എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിലേ വരാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ആർജവത്തോടു കൂടി വന്ന് ഈ കണക്ക് ഇവരെ ഏൽപ്പിക്കേണ്ട ബാധ്യത ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന് ഔദ്യോഗികമായി മെയിൽ പല പ്രാവശ്യം അയച്ചെങ്കിലും ഒന്നുകൂടി കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒന്നുകൂടി അദ്ദേഹത്തിന് മെയിൽ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെയിൽ അയച്ചതിന് ശേഷം അദ്ദേഹത്തിന് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കുടുംബ അംഗങ്ങൾക്കെല്ലാവർക്കും ആ കണക്ക് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ അമ്മയിലെ കുടുംബങ്ങൾ അവരെ അറിയിക്കേണ്ട ബാധ്യത ഈ കമ്മിറ്റിക്കുമുണ്ട്. ഈ കമ്മിറ്റിയിലുണ്ടായിരുന്ന കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇത് അറിയിക്കേണ്ട ബാധ്യത ഈ കമ്മിറ്റിക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം ഉണ്ണീഷ് ശിവാൽ വന്ന് ഈ കണക്കുകൾ കൃത്യമായി കൊടുക്കുകയും ആ കണക്കുകൾ അംഗങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഉണ്ട് ഈ കമ്മിറ്റിക്ക്. ഇനി തുടർന്ന് പോകണമെങ്കിൽ ഈ കമ്മിറ്റിക്ക് ഇവരുടെ പേരുള്ള ആരോപണം ഈ കണക്കുമായി ബന്ധപ്പെട്ട് കണക്ക് അവതരിപ്പിച്ചില്ല, അതാണ് ആരോപണം. അത് തെളിയിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. അല്ലാതെ ശ്വേതാമേനൊന്നും ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. അവർ കണക്ക് തെളിയിക്കണം. അങ്ങനെ ആർജവം അവർ കാണിക്കും. പക്ഷേ അതിനുവേണ്ടി ഇവർ ഉണ്ണീഷ് ശിവാലിനെ ബന്ധപ്പെടുമ്പോൾ ഉണ്ണീഷ് ശിവാൽ വരാൻ തയ്യാറായിട്ടില്ല എന്നതും ഓർക്കണം. ഇത് പാവങ്ങളായ കുറേ അമ്മമാരുള്ളതാണ്. അമ്മമാർക്കിലൊക്കെ കണ്ണുനീരുണ്ടാകും. ഇതൊക്കെ കൃത്യമായി നടത്തില്ല. ഇവരൊക്കെ കണ്ണുനീരും ശാപവും ഈ കമ്മിറ്റിയിലുള്ളവർക്കും ഈ കമ്മിറ്റിയോടൊപ്പം നിൽക്കാതെ പ്രവർത്തിക്കുന്നവർക്കും ആ ശാപം ഉണ്ടാകും. കാരണം അവരൊക്കെ സത്യസന്ധമായി മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഉണ്ണീഷ് ശിവാൽ ശ്രദ്ധിക്കേണ്ട, ഈ കണക്ക് അവതരിപ്പിക്കാൻ അദ്ദേഹം ആർജവത്തോടു കൂടി തന്നെ. താങ്കൾ എപ്പോഴും പറയുന്നത് ഞാൻ ഇലക്റ്റഡാണ്, ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാണ്, അപ്പോൾ തനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം കണക്ക് അവതരിപ്പിക്കാൻ വരാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നത്. ഈ 2-3 കാര്യങ്ങൾ കൃത്യമായി എനിക്ക് വിവരം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആശാരമന്ത് രാജിവെച്ചിട്ടില്ല, ഉണ്ണീഷ് ശിവാൽ കണക്ക് അവതരിപ്പിക്കാമെന്നില്ല. ടിനി ടോം രാജിവെക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ഒരു മറുപടി, ടിനി ടോം രാജിവെക്കുമെന്നുള്ള ആരാണ് പറഞ്ഞു തന്നതെന്ന് എനിക്കല്ല. അവർ പറയുന്നു അൻസിബയ്ക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് ശ്വേതാമേനോൻ കൊടുത്ത ഹഡോക് കമ്മിറ്റിയിൽ അൻസിബ കക്ഷി ചേരണമെന്ന് പറയുന്നതിൽ അത് തന്നോടുള്ള പ്രതികാരം തീർക്കാനാണെന്ന് ശ്വേതാമേനോൻ കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഓഗസ്റ്റ് 15 ആ കേസെടുക്കും. ഇതിനു മുമ്പ് ഈ കണക്കവതരണവുമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഇവർ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് പറയപ്പെടുന്നു. തീരുമാനങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനമായി മുന്നോട്ട് പോകാനാണ് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.